പലസ്തീനിലോട്ടാണ്. പലസ്തീൻ എവിടെയെന്ന് വെച്ചാൽ ബത്ലഹേമിലോട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ യേശുവിൻ്റെ പുണ്യസ്ഥലമായ യേശുവിൻ്റെ ജനിച്ച സ്ഥലമായിട്ടുള്ള യേശു ജനിച്ച് വീണതിന് ശേഷം യേശുവിനെ കൊണ്ടുപോയി വെച്ച തൊഴുത്താണ് കേട്ടോ ഈ കാണുന്നത്. പള്ളിയിൽ വെച്ച എൻ്റെ ദേഹത്തിട്ട് ഒറ്റ അടി കേട്ടോ. എൻ്റെ അമ്മ അതാ കണ്ടില്ലേ, ഫുള്ള് മതിൽ കണ്ടില്ലേ, അവിടെ പലസ്തീൻ്റെ പതാകയും സംഭവങ്ങളും. ഇസ്രായേലി പട്ടാളം വെടിവെച്ച് വന്ന ഒരു ജേർണലിസ്റ്റ് ആണ് കേട്ടോ. Enjoy your visit in the Holy Land. Have a good day. Thank you. We wish all the people back here to visit the Holy Land. ഷലോം ഷലോം ഷബാത്ത് ഷലോം. അതെ, ഷബാത്ത് ഷലോം എന്നും പറഞ്ഞ് ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്ന ഒരു രാത്രിയാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസത്തെ കൊഷർ വീഡിയോ ഒക്കെ കണ്ടല്ലോ, കൊഷറല്ല സോറി കൊഷർ. അതായത് നമ്മുടെ ഇസ്രായേലിയിൽ നമ്മുടെ ജൂത വിഭാഗം, അതായത് യഹൂദ വിഭാഗം, അവർ ലോകമെമ്പാടുമുള്ള യഹൂദ മതത്തിലുള്ള ആളുകൾ ആഴ്ചയിൽ ഓരോ ദിവസം 24 മണിക്കൂർ, വെള്ളിയാഴ്ച വൈകുന്നേരം സൺസെറ്റ് മുതൽ ശനിയാഴ്ച സൺസെറ്റ് വരെ അവർ ഒരു പണിക്കും പോയില്ല, ഒരു വർക്കും ചെയ്യില്ല, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു നിമിഷം. അതിനെയാണ് കൊഷർ എന്ന് പറയുന്നത്. സോറി, കൊഷർ അല്ല കേട്ടോ, അയ്യോ, ഷബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഷബാത്തിൻ്റെ സമയങ്ങളിൽ, ഷബാത്തിൻ്റെ ദിവസങ്ങളിൽ അവർ ഷബാത്ത് ഷാലോം എന്നാണ് അവർ എല്ലാവരുടെ അടുത്തും ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഷബാത്ത് ഷാലോം, ഇന്നലത്തെ ഷബാത്ത് ഞാൻ ആഘോഷിച്ചത് റിക്ക എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ആയിരുന്നു. ഒരു അൾട്രാ ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞു, ഞാൻ അവിടെ നിന്ന് മടങ്ങി. ഇന്ന് വൈകുന്നേരം വരെ അവരാഘോഷിച്ചു. ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ റിക്ക എന്നെ കാണാൻ വേണ്ടി വരുവാണ് കേട്ടോ. യെറുശലേമിലോട്ട് വരുവാണ്. അപ്പോൾ റിബക്കെ വന്നിട്ട് കാണിച്ചു തരാം. Hello. Wow. What's up? I'm shocked. I'm really shocked. Why are you shocked? Shabbat shalom. I live here. You live here? Yes, and we go to far away to take you, and you are here. And this is my building. And also there are GPS. പെട്ടെന്ന് റിക്വയെ കണ്ടപ്പോൾ എന്തോ എൻ്റെ ഒരു പെട്ടെന്ന് എൻ്റെ സുഹൃത്തല്ല, ഒരു എൻ്റെ ആരോ ഒരാളെ കണ്ട പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മൾ ആക്ച്വലി 2-3 ദിവസം യാത്ര ചെയ്തോളൂ, പക്ഷെ ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ടോ. ഞാൻ അതുകൊണ്ട് ഇന്ന് ഞാൻ വെറുതെ ഇരുന്ന് ബോറടിക്കുമായിരുന്നു. എനിക്ക് എന്തോ ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെ ഇന്ന് വൈകിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പുള്ളിക്കാരിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ എനിക്ക് ഇവിടുത്തെ റൂമിൻ്റെ കോഡും എല്ലാം പറഞ്ഞത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ ഒരാളുള്ളതുകൊണ്ട് അവിടെ പോയി സ്റ്റേ ചെയ്തു. ഇവിടെ ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ സ്റ്റേ ചെയ്യേണ്ടത്. ഇത് പുള്ളിക്കാരിയുടെ സിസ്റ്ററിൻ്റെ വീടാണ് കേട്ടോ. I'm good, and you? Do you know something? Yes, like you're gonna leave soon. That's very sad. I'll miss you, you know? I miss you too. അയാളുടെ പാസ്തയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗുഡ് പാസ്ത. Do you know something? No, the answer is you also don't know. You That's the also answer. don't know. And you know, I don't want to know. You don't want to know? No, but Okay. I know everything. If you don't want to know, okay. ഇവിടെ എനിക്ക് വേണ്ടി പാസ്തയൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ മിഖാൽ. താങ്ക് യു സോ മച്ച്. നന്ദിയുണ്ട്. ബ്രെഡ് അല്ലേ, ഇന്നലെ ഞാൻ കൊഷറിന് വേണ്ടി ഇവർ മറന്നുപോയി. ഇത് ആക്ച്വലി ഇവർ ഇപ്പം ഈ ഭക്ഷണം ബാക്കി വന്നത് ഇപ്പം ഇത് ബാക്കി വന്നത് ഇവർ വേസ്റ്റ് ബിന്നി കളയുമെങ്കിൽ ഇത് ഇവർ മടക്കി, വെൻ യു ത്രോ ഇൻ ദ വേസ്റ്റ് ബിൻ യു throw with you wrap it with the tissue paper, then throw it, right? Yeah. What's the reason? Huh? It's the כאילו שאי אפשר לזרוק אליכם לפח. No? here as well the איך אומרים בצק? The dough. With With the tissue paper? If you wanna throw bread, Okay. you wrap it with 2 plastic bags 2 plastic bags. or two covers. Does not really matter the material, and then you can. What's the reason? What's the reason? Because I don't know exactly the reason. איך אומרים לכבד? But I To think respect because the bread. bread is one of the main Food dish. Yes. It's the basic yes. food, and we respect Staple the food. bread, and we are cooperating for. അതായത് ഇന്നലെ ഇവരുടെ വീട്ടിൽ ഞാൻ ഷബാത്തിന് പോയപ്പോൾ ഷബാത്തി ബാക്കി വന്ന ബ്രെഡ് ഞാൻ കളയുന്ന കണ്ടത്. പുള്ളിക്കാരി 2 ടിഷ്യൂ പേപ്പർ വെച്ച് അത് ക്ലോസ് ചെയ്തിട്ടാണ് വേസ്റ്റ് ബിന്നിലിട്ടത്. പുള്ളി അടിപൊളി കുക്കാണ് കേട്ടോ മിഖാൽ. യു ആർ സോ നൈസ് കുക്ക്. Thank you. എനിക്ക് വേണ്ടി ഒരു കേക്കൊക്കെ പൊതിനുണ്ടാക്കി തന്നു കേട്ടോ. ഭയങ്കര പാവമാണ് കേട്ടോ, എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. בשמחה רבה.
അത്ര വേസ്റ്റ് ഇടാൻ വേണ്ടി വന്നാണ്. Come on, go. Come on, go. You can. Come on. Allah. Come on, you can. You are done with this? Yes. Why? Am I heavy? A little. Little bit. നമ്മൾ രാത്രി നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. Okay. Good. Yellow. Sing. Bethlehem. ഇതുവരെ കേട്ട ബത്ലഹേമിൽ പോയിട്ടില്ലാന്ന്. Palestine. What do you want? How can I get Bethlehem? Yeah, it's in Palestine. But Bethlehem, okay. I can only visit one place in Bethlehem. Which place? Rachel. You know. Okay, whatever. ഇവിടെ ഉള്ള ആളുകൾ 10-50 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലം പോലും പോയിട്ടില്ല. അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഉള്ള ആളുകൾ ജീവിക്കുന്നത്. റഹേൽസിന്റെ ഗ്രേവ് മാത്രമേ പുള്ളിക്കാരിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് റിലേറ്റഡ് ടു ജൂദിസം. ജൂദിസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ഇസ്രായേലിൽ വന്നിട്ട് ഞാൻ ചെടി നട്ടില്ല എന്ന് വേണ്ട, ഞാൻ കുഴി ഒഴിച്ച് ചെടി നട്ടോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി കിടന്നുറങ്ങി. രാവിലെ ഞാൻ സ്റ്റേ ചെയ്യുന്ന അവിടെ ഞാൻ കുറച്ച് പരിപാടിയിലൊക്കെ ഏർപ്പെട്ടു കേട്ടോ. അവരെ കുറച്ച് ഒന്ന് സഹായിക്കാനായിട്ട് കുറേ സ്റ്റെപ്പുകൾ കയറി കുറേ സംഭവങ്ങളൊക്കെ എടുത്തോട്ട് വന്ന് ഇവിടെ മരം നട്ടോണ്ടിരിക്കുക. വന്നിട്ട് ഞാനിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ ബ്രെഡും ബട്ടറും കുറച്ച് തേനുമാണ്. പിന്നെ ഇവിടെ ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ അവിടെ മാറ്റി വെച്ചിരുന്നു, അതും കൂടെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. രാവിലെ ലേറ്റായി കേട്ടോ. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പുള്ളിക്കാരിയുടെ അവിടെ 2 രാത്രി ഞാൻ സ്റ്റേ ചെയ്തു. പുള്ളിക്കാരിയെ ഞാൻ ഇന്നൊരു 3 മണിക്കൂറോളം സഹായിച്ചു. കുറേ മണ്ണ് കുത്തിക്കൊഴിക്കാനുണ്ടായിരുന്നു, മണ്ണ് വാരിക്കൊണ്ട് ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. പുള്ളിക്കാരിയെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. പുള്ളിക്കാരി ലാസ്റ്റ് കുറേ ചുംബനമൊക്കെ തന്നു, അതായത് കൈവഴി ചുംബനമൊക്കെ തന്നു. പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഞാൻ കുറേ സഹായിച്ചതിന്. ആ സഹായിച്ചതുണ്ടെങ്കിൽ എനിക്ക് ഒരു മിനിമം ഇവിടെ തെല്ലവിയലൊക്കെ ആയതുകൊണ്ട് അത്രയും മണിയാണ് കുറേ ഞാൻ എടുത്തു കേട്ടോ. അതിന് മിനിമം ഒരു 10,000-8,000 രൂപയെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പോകുന്നത് പലസ്തീനിലോട്ടാണ്. പലസ്തീൻ എവിടെയെന്ന് വെച്ചാൽ ബത്ലഹേമിലോട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ യേശുവിൻ്റെ പുണ്യസ്ഥലമായ യേശുവിൻ്റെ ജനിച്ച സ്ഥലമായിട്ടുള്ള നവാത്തിൻ ചർച്ചൊക്കെ കാണാൻ വേണ്ടി പോവാണ്. രാവിലെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ പിന്നെ പുള്ളിക്കാരിയെ സഹായിക്കുന്നതുകൊണ്ട് ലേറ്റായതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ, നമുക്ക് ബത്ലഹേമിലെ കാഴ്ചകളുമായിട്ട് കാണാം. ബത്ലഹേമിലെ ഒരു പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, ബത്ലഹേമിൻ്റെ സോറി ഞാൻ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ കറക്റ്റ്. ഇത്രയും ദിവസം ആക്ച്വലി ചെറിയൊരു ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. അതായത് കുറേ ഹേറ്റ് കമൻസും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് ഇതായി. ഇന്നാണ് എനിക്കെന്തോ പെട്ടെന്ന് ഭയങ്കര എനർജി കിട്ടി. അപ്പോൾ അതിലാളുകളുടെ പ്രധാന ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഇസ്രായേലിനെ എന്തോ തെറ്റായിട്ട് കാണിക്കാൻ വേണ്ടി വന്നതെന്നാണ് ആളുകളുടെ വിചാരം. തെറ്റായിട്ട് കാണിക്കാൻ വേണ്ടി വരണമെങ്കിൽ ഞാൻ നേരെ പലസ്തീനിൽ പോയിട്ട് അവിടെയുള്ള 2-3 വില്ലേജ് കറങ്ങിയാൽ എനിക്ക് തെറ്റായിട്ട് കാണിക്കാനുള്ള എല്ലാം കിട്ടും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണമെന്നില്ല. അവിടെ പോയാൽ എനിക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇതും. ബട്ട് ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ പലസ്തീനിലെ കാര്യങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം, അതൊന്ന് മനസ്സിലാക്കണമെന്ന് കരുതിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് എനിക്ക് മറുപടിയായിട്ട് പറയാനുള്ളത്. സ്ഥലം അപ്പോൾ പിന്നീട് ഞാനൊരു രാജ്യത്ത് വന്നാൽ അവിടുത്തെ നല്ല കാര്യവും പറയും, അവിടുത്തെ മോശ കാര്യവും പറയും. പിന്നെ ചില ആളുകൾ
ഇവിടുത്തെ കുറച്ച് നെഗറ്റീവ് പറഞ്ഞതുകൊണ്ടാണ് ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാത്തത്. അതേസമയം ഞാൻ വേറെ പല രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പറയുന്ന ആളുകൾക്ക് ആർക്കും പ്രശ്നമില്ല. പല ആളുകളും മിഡിൽ ഈസ്റ്റിനെ പറയുന്നുണ്ട്. ഞാൻ മിഡിൽ ഈസ്റ്റിൽ ഇറാനിൽ പോയിട്ട് ഒമാനിൽ പോയിട്ട് സൗദിയിലൊക്കെ എൻ്റെ അടുത്ത് കാണിച്ച ഒരു വലിയൊരു ചെറ്റത്തരമുണ്ട്. അത് ഞാൻ ഓപ്പണായിട്ട് ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചതാണ്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ അങ്ങനെ നോക്കാൻ പോയില്ല. അപ്പോൾ ഒരാളും എതിർപ്പറിയിക്കാൻ വന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഇവിടുത്തെ നെഗറ്റീവിന് വേണ്ടി വന്നതെന്ന് പറഞ്ഞ് എതിർപ്പറിയിക്കാൻ വേണ്ടി കുറേ ആളുകൾ വന്നത്. അപ്പോൾ നിങ്ങളും യാത്ര ചെയ്യുക. നടന്ന് വന്ന് ഞാനിപ്പോൾ കയറിയിട്ടുള്ളത് ആക്ച്വലി ഇത് പലസ്തീനിയൻ ടെറിട്ടറിയാണ്. അതായത് വെസ്റ്റ് ബാങ്കിലോട്ട് ഞാൻ കയറിയിട്ടുണ്ട്. 1948 എഗ്രിമെൻറ്റ് പ്രകാരം ആ കാണുന്ന ആ ഇതില്ലേ, ആ പാലം കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മുടെ വെസ്റ്റ് ബാങ്കാണ്. അതിനെ പലസ്തീൻ ടെറിട്ടറി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആക്ച്വലി 3 ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏരിയ എ, ഏരിയ ബി, ഏരിയ സി. ഏരിയ എ എന്ന് പറയുമ്പോൾ പലസ്തീൻ്റെ കയ്യിലാണ്. അതായത് പലസ്തീൻ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, പലസ്തീൻ്റെ പോലീസാണ് അവിടെ എല്ലാം ആക്കുന്നത്. അത് പക്ഷേ 18% വെസ്റ്റ് ബാങ്കിൽ 18% മാത്രമേ വരുന്നുള്ളൂ. 20% സ്ഥലം മാത്രമേ വരുന്നുള്ളൂ. ബാക്കി വരുന്നത് ഏരിയ ബി. ഏരിയ ബി എന്ന് പറയുമ്പോൾ അത് പലസ്തീൻകാരാണ് അഡ്മിനിസ്ട്രേഷൻ ഫുള്ള്, ഗവർണൻസ് ഫുള്ള്. പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം എല്ലാം ഇസ്രായേലി ആർമിയാണ്, ഇസ്രായേലി IDF ആണ്, അവിടുത്തെ ഇസ്രായേലി പോലീസാണ് ചെയ്യുന്നത്. അതാണ് ഏരിയ ബി എന്ന് പറഞ്ഞത്. ഏരിയ സി എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷനും എല്ലാം ഇസ്രായേലിൻ്റെ കയ്യിലായിട്ടുള്ള സ്ഥലങ്ങളാണ് വെസ്റ്റ് ബാങ്കിലെ. കോമ്പൗണ്ടൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. നല്ല മനോഹരമാണ് ജെറുസലേം. ആക്ച്വലി എല്ലായിടത്തും ഓറഞ്ച് മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് അല്ലേ? അടിപൊളിയാണ് ആക്ച്വലി കേട്ടോ. ജെറുസലേം ഭയങ്കര വൈബാണ്. എനിക്ക് തെല്ലവീവിനെ കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ട ജെറുസലേമാണ്. ഇവിടെ വന്നപ്പോൾ ഒരു സെമെറ്ററിയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് മുസ്ലിം ആളുകളുടെ ശവക്കല്ലറകളൊക്കെയാണ്, അതായത് ഖബറൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഏരിയകൾ. ഞാൻ നടന്നു പോവാണ്, അല്ലെങ്കിൽ എൻ്റെ മാസ് മിസ്സാവും. ഓൾറെഡി 11 മണി കഴിഞ്ഞു. 11 മണിക്ക് നെവാറ്റിറ്റി അല്ലേ, ആ ഒരു ചർച്ചിൽ മാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ യേശു ജനിച്ചെന്ന് കരുതപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് അവർ ഒരു ചർച്ചൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആണ്. അതായത് അർമേനിയൻ കിങ്, പണ്ടത്തെ കിങ് കൊടുത്തുവിട്ട ഒരു എൻട്രി ആയുള്ള ഇത് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ പോകുന്നതാണ്. പക്ഷേ അതെന്ന് പറയുമ്പോൾ നമ്മുടെ പലസ്തീൻ്റെ അകത്താണ്. പലസ്തീൻ അതോറിറ്റിയാണ് അവിടുത്തെ ഗവർണൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അടുത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടെ ഫുൾ അറബി മാത്രമാണ്. ഹിബ്രു വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഹിബ്രു കാണാൻ സാധിക്കും. ഇതെല്ലാം ഇസ്രായേലി നമ്പർ പ്ലേറ്റാണ്. നമ്മുടെ പലസ്തീൻ നമ്പർ പ്ലേറ്റിൽ P എന്നാണ്. മാത്രമല്ല പച്ച കളറിലാണ് കേട്ടോ അവരുടെ ഇത്. കാണുന്നത് നമ്മുടെ ഹൈവേ റോഡാണ്. ഈ കാണുന്ന റോഡിലൂടെയാണ് ഞാൻ പോവേണ്ടത്. ഞാൻ ബസ് പിടിക്കാൻ വേണ്ടി നടന്നു പോവാണ്. 2 കിലോമീറ്റർ ആയിട്ട് നടക്കുവാണ്. നല്ല മഴ ചാരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. Where are you going to? Beth Hanina. Beth Hanina. Where are you going? I'm going to Bethlehem. Bethlehem, then I drop you at the end. Okay, thank Where you. are you from? India. India, welcome. I'm traveling. Where are you from? Oh, Jerusalem. Okay. താങ്ക് യു. ബത്ലഹേമിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇനി എനിക്കൊരു ചെക്ക് പോയിന്റ് ഒക്കെ നേരിടണം കേട്ടോ. അവർ കയറ്റണം, ആദ്യം നോക്കണം. എനിക്കൊരു ജെറുസലേമിലുള്ള ഒരു ടാക്സിക്കാരനാണ് കേട്ടോ ലിഫ്റ്റ് വന്നത്. ഇവിടെ ഫുള്ള് വാള് കണ്ടില്ലേ? അയ്യോ, ഇവിടെ മഴ ആയതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. On October, they have 2 borders also. Okay. 2 gates. I want to go to Nativity Church. It's far away. This is the Beit Jala. Okay. You came with bus 234, yes? Yeah. I but- walk. No, I walk. Walk is closed. You are in the Palestinian side, and to the church they have 2 borders, 2 gates. Okay. Yes, from here you cannot entrance. What I is must the- to change the way after 7 October. Okay. You see here, you see look. All this is the wall around the city, and they have 3 cities. Beit Jala, Beit Sahor, Beit Lehem. Okay. 8 kilometers and draining. And they have 3 holy places, not only one. Church of Nativity, where the Jesus was born, in the old town, and the Milky Grotto, where the Santa Maria gave him the milk for the baby Jesus. And this is the shepherd's field, where the angels Gabriel came down and sent message for the baby Jesus. Tell him good news for the baby Jesus. This is the 3 holy church. Without taxi, it's impossible. And the taxi not too much money. First left. Yes, first left, and after that, right,
and Right. street. Okay. You can see the separation wall. Okay. Just follow the separation wall, and after that, you have a road to the right, to the left. You can go to the left. Okay. From there, just direct. Okay. Okay, but minimum you need 1 hour walking. നമ്മളങ്ങനെ ഇവരുടെ സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ, ഫുള്ള് ടാക്സികളാണ്. 7 ഒക്ടോബർ 7-ന് ശേഷം ഇവർ റൂട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നുണ്ട്. ബെത്ലഹേം നേറ്റിവിറ്റി സുവനീർസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ശേഷം അവർ പോകേണ്ട റൂട്ടെല്ലാം മാറ്റി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വേറെ ചെക്ക് പോയിന്റിലൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ മതിൽക്കൂട്ടിൻ്റെ അകത്താണ് കേട്ടോ. ആ മതിൽക്കൂട്ടിൻ്റെ അകത്ത് കയറി വന്നിരിക്കുകയാണ് ഞാൻ. ഇനി വീണ്ടും ഇവിടെയൊക്കെ ചെക്ക് പോയിന്റ് ഉണ്ട്. എക്സൈറ്റഡ് ഫോർ ബെത്ലഹേം. ഇത് നമ്മുടെ ഇസ്രായേലി പട്ടാളം വെടിവെച്ച് വന്ന ഒരു ജേർണലിസ്റ്റ് ആണ് കേട്ടോ. പുള്ളിക്കാരി ഒരു അമേരിക്കൻ പലസ്തീനി ജേർണലിസ്റ്റ് ആണ്. പുള്ളിക്കാരിയുടെ ഒരു ചിത്രം ഇവിടെ നമ്മുടെ നെൽസൺ മണ്ടേലയുടെ കുറച്ച് വാക്കുകളൊക്കെയാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഫുൾ ഇതുപോലെ ഞാൻ വഴി തെറ്റിപ്പോയ കേട്ടോ, വഴി മാറിപ്പോയി. ആക്ച്വലി പുള്ളിക്കാരൻ പറഞ്ഞ അങ്ങോട്ടാണ് പോയത്. ഇവിടെ ഫുൾ അടിപൊളി ഹാട്ടാണല്ലോ. അതാണ്ട് ബുൾഡോസർ വെച്ച് വീട് പൊളിക്കുന്ന ചിത്രമൊക്കെയാണ് കേട്ടോ ഇവര് വരച്ചു വെച്ചിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഇരുന്ന് നമുക്ക് ചിത്രമൊക്കെ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതായത് മതിൽക്കൊള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കുന്ന ജെറുസലേമിലാണ് കേട്ടോ കാണുന്നത്. അടിപൊളി ചിത്രം കേട്ടോ. ഇവിടെ ഫുള്ള് മതില. നല്ല സൂര്യനുള്ള ദിവസം ഇൻ ആൻഡ് ഓപ്പൺ എയർ പ്രിസൺ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മ അതാ കണ്ടില്ലേ, ഫുള്ള് മതിൽ കണ്ടില്ലേ. അവിടെ പലസ്തീൻ്റെ പതാകയും സംഭവങ്ങളും കുറേ വാളാർട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഒരു കബാബ് കട കണ്ടില്ലേ, പുള്ളിക്കാരൻ്റെ മുതലാളിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള ഒരു കബാബിൻ്റെ ഷോപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട്. മഴ ആയതുകൊണ്ട് വണ്ടികളൊക്കെ കുറവാണല്ലോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം വണ്ടികളൊക്കെ വളരെ കുറവ്. പലസ്തീനിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് നോട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് കുറച്ച് വൃത്തി കുറവാണ് കേട്ടോ. അതായത് വൃത്തിയിലെ ഇതിൽ നമ്മുടെ ഇസ്രായേലിൻ്റെ ടെറിട്ടറിയിൽ നിന്നും വളരെ കുറവാണ് കേട്ടോ. ഇസ്രായേൽ വളരെ മനോഹരമാണ്. ആക്ച്വലി വൃത്തിയുടെ കാര്യത്തിൽ വളരെ കൂടുതലായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇവിടെ ഭയങ്കര വൃത്തി കുറവാണ്. പിന്നെ ധാരാളം ഭക്ഷണശാലകൾ, ആളുകൾ കൂടുതൽ എനിക്ക് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു എല്ലാവരും. ഞാൻ സ്പെഷ്യലി വീഡിയോ എടുക്കുന്നവർ, പക്ഷേ ടാക്സിക്കാരന്മാർ ഒരു വലിയ മെനയില്ല. പക്ഷേ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ എല്ലാ ആളുകളും ഭയങ്കര എൻ്റെ അടുത്ത് ഹായ് കാണിക്കുന്നുണ്ട്. എല്ലാവരും നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് നടക്കുവാണ്. ടാക്സിക്കാരന്മാരാണ് കേട്ടോ ഹോൺ അടിച്ച് വേണോന്ന് ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാക്സിക്കാരൻ എനിക്ക് നല്ല അനുഭവമല്ല. ഇവിടെ നടക്കാനുള്ള സീബ്ര ക്രോസിംഗ് പോലും ഇല്ല. ഇന്ത്യയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഫീൽ കേട്ടോ. സീബ്ര ക്രോസിംഗ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ആളുകൾ നിർത്തി തരുന്നുണ്ട് നടക്കാൻ, അത്ര മാത്രം ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇസ്രായേലിൽ നിന്ന് പലസ്തീനിലോട്ട് ഞാൻ നടന്നു വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പലസ്തീൻ നമ്പർ പ്ലേറ്റ്. കണ്ടില്ലേ, ആ കാണുന്നതാണ്. 6 കിലോമീറ്റർ നടന്നു കേട്ടോ. 6 കിലോമീറ്റർ മാക്കനെ നടന്നു. തണുപ്പായതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു എന്നുള്ള വിഷയമുള്ളൂ. മഴയും തണുപ്പായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മളങ്ങനെ നമ്മുടെ നേറ്റിവിറ്റി ചർച്ചിൻ്റെ ഭാഗത്തോട്ട് പോവാണ്. ഇനി 700 മീറ്റർ മാത്രമേ ഉള്ളൂ. ക്രിസ്മസിന് വഴവയ്ക്കാനുള്ള സ്റ്റാറൊക്കെ ആയിരിക്കണം ഇവിടെ കാണുന്നത്. നല്ല ലൈറ്റൊക്കെ വെച്ച് മനോഹരമാണ്. ഇന്ന് എനിക്കൊന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ എല്ലായിടത്തും ക്ലോസ് എന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് എല്ലാവരുടെയും മാസ് പ്രയറിൻ്റെ ദിവസമല്ലേ. ഇവിടെ ധാരാളം ക്രിസ്തുമത വിശ്വാസികളുണ്ട് ഈ ഭാഗത്തൊക്കെ. മനോഹരമായിട്ടുള്ള വഴികളാണ് കണ്ടോ. ഈ ഭാഗങ്ങളെല്ലാം മനോഹരമാണ്. പക്ഷേ എനിക്ക് വിഷമകരമായിട്ടുള്ള ഇത് വൃത്തിയുടെ കാണാം കേട്ടോ. ചില സ്ഥലത്ത് അവർ നല്ലതുപോലെ പരിചരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്കിവിടെ പ്രധാനമായിട്ടും. ഇവിടുത്തെ ഗേറ്റുകളൊക്കെ കാണാൻ മനോഹരം. ഇവിടെ നമ്മുടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററൊക്കെയാണ്. ഞാൻ നമ്മുടെ താഴോട്ട് പോവാണ്. റീഹാബിലിറ്റേഷൻ ഓഫ് ഹോഷബർ ജബോ, മനസ്സിലായില്ല. ഞാനിനി നമ്മുടെ നേറ്റിവിറ്റി ചർച്ചിന് തൊട്ടടുത്തായിട്ട് പോവാണ്. ആക്ച്വലി റിവ്ക്കെ അറിയില്ലേ, റിവ്ക തൻ്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ടും ബെത്ലഹേമിൽ വന്നിട്ടില്ല. അതായത് പല യഹൂദരും, പല ജൂതമതക്കാരും, അത് ജൂതമത വിശ്വാസികളാവണമെന്നില്ല, ഇസ്രായേലിലെ മെയിൻലാൻഡിൽ താമസിക്കുന്ന പല ജൂത ആളുകളും ഈ ഒരു ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വന്നിട്ടില്ല. കാരണം പ്രധാനമായിട്ടും അവർക്ക് പേടിയാണ് കേട്ടോ. ഇവിടെ വന്നാൽ അവരാരെങ്കിലും ആക്രമിക്കും എന്ന് അവരുടെ മനസ്സിലൊരു സാങ്കല്പികമായിട്ടുള്ള ഇതുണ്ട്. അത് ചിലപ്പോൾ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ജൂതനായതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ പോയി നോക്കിയിട്ടില്ല. ബട്ട് എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ ഇവരുടെ ഒരു മാനസികം, അവരുടെ ഒരു സങ്കല്പങ്ങളാണ്. അവർ കേട്ട് വളർന്ന സങ്കല്പങ്ങൾ കാരണമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി
റിഫ്കനെയും കൊണ്ട് നേറ്റിവിറ്റി ചർച്ചിൽ വരാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ അവൾക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. എന്ത് മനോഹരമായിട്ടുള്ള വഴികൾ. സത്യത്തിൽ വീണ്ടും വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നുവാണ് എനിക്ക് ഈ ഭാഗത്തോട്ടൊക്കെ. നമ്മൾ അവസാനം നമ്മുടെ നേറ്റിവിറ്റി ചർച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചുവർച്ചിത്രം, എല്ലായിടത്തും നിരീക്ഷണ ക്യാമറകളും എല്ലാം നമുക്ക് കാണാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ നടന്നു വന്നുകൊണ്ടായിരിക്കണം എനിക്ക് ചെക്ക് പോയിന്റിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഞാൻ ഏതൊക്കെ ഇങ്ങനെ ഗേറ്റിൻ്റെ അകത്തൂടെ കുറേ നിരീക്ഷണ ക്യാമറകളുള്ള ടണലിൻ്റെ അകത്തൂടെ കയറി വരുമായിരുന്നു. തിരിച്ചു പോകുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു അവർ നോക്കുന്നത്. ഞാനിപ്പോഴാണ് കേട്ടോ ഇവരുടെ ഒരു ഏരിയയിലോട്ട് എത്തിയത്. അവിടെ നമുക്കൊരു ക്രിസ്ത്യൻ എന്താ പറയുക ഒരു പള്ളി നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന അവിടെ കുഫിയ സംഭവങ്ങൾ, ഇവിടെ ചിക്കൻ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അടിപൊളി വഴികൾ കേട്ടോ. നമ്മുടെ നേറ്റിവിറ്റി ചർച്ചിലോട്ടാണ് കേട്ടോ ഞാൻ നടന്ന് നീങ്ങുന്നത്. എല്ലായിടത്തും ഇവരുടെ പലസ്തീൻകാരുടെ ഡ്രസ്സുകൾ, ഇവരുടെ കുഫിയ ടൈപ്പൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് ഒരു മുസ്ലിം ദേവാലയമാണ് കേട്ടോ. ഇവിടെ നമുക്ക് കാണുന്നത് ഒരു മുസ്ലിം പള്ളിയാണ്. അതിൻ്റെ അടുത്ത് ഇവിടെ മാർക്കറ്റും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മുടെ ചർച്ച് എന്ന് പറയുന്നത് അവിടെ പലസ്തീൻ്റെ പതാക നമുക്ക് അവിടെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ നേറ്റിവിറ്റി ചർച്ച്. അതായത് ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ ജീസസ്, നമ്മുടെ ഈസാ നബി, നമ്മുടെ യേശു ജനിച്ച സ്ഥലം ഇതായിട്ടാണ് കേട്ടോ കരുതപ്പെടുന്നത്. കണ്ടിട്ട് പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ആളുകളാണെന്നാണ് തോന്നുന്നത് കേട്ടോ. മിക്ക ആളുകളും എല്ലാവരും ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നവരായിരിക്കണം. Inside the church. Yeah. You know, the church is divided. Orthodox, if you see the cross and the Catholic there. Yeah. So a lot of things inside the church, you have to take photo, you have to know it. No, I don't need guide, bro. Sorry. I am not guide. Yeah, still, you know. ഇവിടെ പലതരത്തിലായിട്ടാണ്. ഈ കാണുന്നത് നമ്മുടെ അർമേനിയൻ ഭാഗം, അർമേനിയയുടെ ഒരു ഫ്ലാഗ് ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഓർത്തഡോക്സ്, പിന്നെ ഈ കാണുന്നത് കാത്തലിക് ആണെന്ന് തോന്നുന്നു. അവിടെ ജോർജിയയുടെ ഫ്ലാഗ് അല്ലേ അത്? വാവ്, മനോഹരം കേട്ടോ, അടിപൊളി, വേറെ ലെവല് കേട്ടോ. ഈ ഒരു പള്ളിയുടെ ഭാഗങ്ങൾ കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. ഇവിടെ അവരുടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഷുഹദാ ഉൽ ദിമഷൂക്ക് ലിതകൂനും മഷിയത്തുർ റബ്ബ്. മനസ്സിലാവുന്നില്ല കേട്ടോ, എനിക്കറിയില്ല. ഇവിടെ നമുക്ക് ഇതുപോലുള്ള വസ്ത്രങ്ങളൊന്നും ഇട്ടുകൊണ്ട് വരാൻ പാടില്ലെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയപ്പോൾ താങ്ക് യു ശുക്രൻ. പള്ളിയിൽ അച്ഛൻ എൻ്റെ ദേഹത്തിട്ട് ഒറ്റ അടി കേട്ടോ. പള്ളിയിൽ അച്ഛൻ വിചാരിച്ചു തോന്നുന്നു പുള്ളിക്കാരൻ എന്നെ അറിയാമെന്ന് വിചാരിച്ചു തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒറ്റ അടി കേട്ടോ. എന്നിട്ട് എന്തൊക്കെയുണ്ട് സുഖമാണോന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു പുള്ളിക്കാരൻ. How are you? Fine. What's your name? Rami, who is you? With you? No one. I'm just video. No, a video for yourself? Yeah. Okay. You wanna say hi? ഇതാണ് കേട്ടോ നമ്മുടെ അൽത്താരയും കാര്യങ്ങളും. പക്ഷേ ഇവിടുത്തെ മാസ് പ്രയർ ഓൾറെഡി അവസാനിച്ചിട്ടുണ്ട്. 11 മണിക്ക് ഇത് ഓൾറെഡി അടച്ചു കേട്ടോ. It's class at 11 o'clock. Yes, we have the mass 7:30, 9 and 11. Oh, okay. 11 finished 12. Okay. شكرا. Welcome. أنا مسافر. أهلا وسهلا. شكرا. شكرا حبيبي. تفضل. أنا من الهند. أنت من الهند وكيف من الهند. عربي؟ أنا مسافر. أنا امشي كل بلد. أنا ما أعرف عربي شوية. شاطر. شكرا. برافو. شكرا. أهلا وسهلا. أنا بحب أكل هندي كثير. اوكي. أنا جنوب الهند كيرلا. كيرلا. عندك كيرلا معلوم؟ We have many Kerala. If you go to the Antonian Society, Okay. there is a sister from India. 3 sisters. From Kerala? I don't know, but they are free from India. I think might be At least Kerala. The Mother Teresa is from Kerala, yeah. Yes. ശുക്രൻ പുള്ളിക്കാരൻ ഭയങ്കര കമ്പനി കേട്ടോ. എൻ്റെ അടുത്ത് ഭയങ്കര ഇത് കാണിച്ചു. അപ്പോൾ ഞാനിനിയിപ്പോൾ മാസ് കഴിഞ്ഞു, അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു വിഷമമുണ്ട്. ഞാൻ ലേറ്റായി പോയി കേട്ടോ. ഞാൻ നടന്നാണ് വന്നത്, ബസ്സിന് പോലും നിൽക്കാതെ 6-6.5 കിലോമീറ്റർ ഞാൻ നടന്ന് ഓടിയാ വന്നേ. നമ്മൾ മറ്റൊരു ഗേറ്റ് കയറി പോകുന്നത് വേറൊരു ഭാഗത്തോട്ടാണ്. വാവ്, അടിപൊളിയാട്ടോ.
നമ്മൾ കത്തോലിക്കിൽ നിന്ന് നമ്മൾ നേരെ വന്നിട്ടുള്ളത് നമ്മുടെ ഓർത്തഡോക്സ് ചർച്ചിലോട്ടാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പലസ്തീനിലെ പോലീസുകാരാണ് ഈ ഭാഗത്ത് കാണുന്നത്. അവരുടെ ഫ്ലാഗാണ് കേട്ടോ. ഉണ്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ ഓർത്തഡോക്സ് ദേവാലയം. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. വാവ്. ഈ കാണുന്ന ആളുകളെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ യേശു പിറന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് കേട്ടോ അവിടെ അവർ വെയിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഗൈഡൊക്കെയാണ് അവരുടെ. ഈ കാണുന്നത് നമ്മുടെ ഓർത്തഡോക്സ് ദേവാലയത്തിലെ പുരോഹിതനാണെന്ന് തോന്നുന്നു നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് നമ്മളെ കാണിക്കയൊക്കെ ഇടുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അവിടെ അവർ അറബിയിലും എന്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ റഷ്യനിലാണ് ആ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ആളുകൾ മെഴുകുതിരിയൊക്കെ വയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റൊരിതുണ്ട്, വരുന്ന ആളുകളൊക്കെ ഡോളറുകളും യൂറോയൊക്കെ കാണിക്കയായിട്ടിട്ട ഒരു ഇതാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരാണ് കേട്ടോ എനിക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് തന്നത്. കണ്ടു എന്നെ വീഡിയോ എടുക്കാൻ സഹായിച്ചത് ഇവരെയാണ്. ഹലോ, സലാം. സലാം. Hi. كيف حالك? From Bethlehem. Oh. Welcome. شكرا. Fun. You عند مكان Bethlehem? I live here. Okay. And we have a souvenir shop here, but we are closed because. Okay. The war. So this is Orthodox Church, right? Yes, this is Orthodox. Okay. Thank you so much. Welcome. ഈ കാണുന്നത് നമ്മളിനി നമ്മുടെ ജീസസ് പിറന്ന ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണ്. മനോഹരമായിട്ടുള്ള നടപ്പാതയാണ് കേട്ടോ ഈ ഭാഗത്ത്. അയ്യോ, ഈ കാണുന്നതാണ് നമ്മുടെ യേശു ജനിച്ച് വീണ സ്ഥലം. ഈ കാണുന്ന നക്ഷത്രമുള്ള സ്ഥലമില്ലേ, ഇവിടെയാണ് കേട്ടോ നമ്മുടെ യേശു ജനിച്ചത്. യേശു ജനിച്ച് വീണതിന് ശേഷം യേശുവിനെ കൊണ്ടുപോയി വെച്ച തൊഴുത്താണ് കേട്ടോ ഈ കാണുന്നത്. ആ തൊഴുത്തിനെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബൈ. ഇവർ പുള്ളിക്കാരൻ ബോംബെക്കാരനും പുള്ളിക്കാരി ഇവിടുത്തെ ബത്ലഹേമുകാരിയാണ്. അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെനിക്ക് വേണ്ടി വെക്കാൻ വേണ്ടി ഒരു ക്യാൻഡിൽ തന്നിരിക്കുകയാണ് കേട്ടോ. I keep it there. Bye. Thank you so much. ഞാനങ്ങനെ ഒരു മെഴുകുതിരി കൂടെ ഇവിടെ വന്ന് കത്തിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ യേശുവിനെ, അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ തൊഴുത്തെന്ന് പറയുന്നത്. നമ്മുടെ യേശു ജനിച്ച് വീണത് കാലിത്തൊഴുത്തെന്നല്ലേ പറയുന്നത്. അപ്പം യേശു ജനിച്ചത് ഇവിടെയും ജനിച്ച് വീണത് എന്നിട്ട് യേശുവിനെ ഡയറക്റ്റ് കൊണ്ടുവന്ന് വെച്ചത് ഈ ഒരു ഭാഗത്തായിട്ടാണെന്നാണ് കണക്കാക്കുന്നത്. ഇതൊരു കേവ് പോലുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഒരു പാറയ്ക്കടിയിലാണ് ഇവിടെ കണ്ടില്ലേ, അവിടെ നമ്മുടെ വിളക്കുകളൊക്കെ തൂക്കി ഇങ്ങനെ റാന്തലായിട്ട് വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെ ഇന്ന് റഷ് വളരെ കുറവാണ്, ആളുകളൊന്നുമില്ല. അല്ലെങ്കിൽ സാധാരണ ആളുകൾ ധാരാളം കാണേണ്ടതാണ്, പക്ഷേ ഇന്നിപ്പോൾ വളരെ ആളുകൾ കുറവാണ്. ഇവിടെ പോകുന്ന ആൾക്കൊക്കെ ഇവിടെ നിന്ന് അവർക്ക് മെഴുകുതിരിയും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് താഴോട്ട് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല മനോഹരം കേട്ടോ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ. ഇതൊക്കെയാണ് മറ്റു ഭാഗങ്ങൾ, ഈ ഒരു ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ ഭാഗങ്ങൾ. ഈ കറക്റ്റ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ നമ്മുടെ യേശു പിറന്നതെന്ന് അവർ പറയുന്നത്. ഞാനിനി നമ്മുടെ ഓർത്തഡോക്സ് ദേവാലയത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയമാണ്. വളരെ ചെറുതാണല്ലോ ഞാൻ വിചാരിച്ച കാട്ടി. അയ്യോ, എൻ്റെ ബാഗ് കൊണ്ട് കയറാൻ പറ്റുന്നില്ല. خضرية دبس بني تعمر ما في تاكسي. Why you need to take picture? I take you. It's video. Okay, I take you video. I'm taking. Where from India? أنا من الهند. الهند. Where you live? In English? In England? No. Where? India. India. All the best. All the respect for you. Thank you so much. Enjoy your visit in the Holy Land. Have a good day. Thank you. We wish all the people back here to visit the Holy Land. I hope Tell so. your people it's safe here. I know the situation is very hard, but tell them to come here. You can say that. Thank you. You can say anything if you want. We say come here, visit us. It's good here. People very friendly. Yusuf Najia, Nadra Budaya, Khalid Al-Mu'ti. All people here very friendly.
Very, very friendly. The weather very good. God give us this things. What we need more. All the best for India. God bless you. He's the best. God bless you. Oh, hi, it was you. Come, yes. Okay. അങ്ങനെ അവരുടെ വണ്ടിയിലോട്ട് കയറ്റുവാണ്.